ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോയിലെ മൂവിങ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം ബ്ലർ ചെയ്യുന്നതും എങ്ങനെയെന്നാണ്. ഇതിനു മുൻപ് നമ്മൾ Kdenliveൽ ചെയ്തിട്ടുണ്ട് ഒരു മൂവിങ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നത്. അതേപോലെ ബ്ലർ ചെയ്യുന്നതും Kdenliveൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ടും കൂടി ഒരുമിച്ച്, അതായത് ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, ഒരാൾ നടക്കുന്ന വീഡിയോ. അതിൽ നമുക്ക് ആ നടക്കുന്ന ആളുടെ ഫേസ് ബ്ലർ ചെയ്യുകയും വേണം, അത് ട്രാക്ക് ചെയ്യുകയും വേണം. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Kdenlive ഉപയോഗിച്ച് നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു വീഡിയോ കാണിക്കാം. ആദ്യം ഇത് ഒരു സ്ത്രീ നടക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ഈ സ്ത്രീയുടെ ഫേസ് ബ്ലർ ചെയ്ത് നടക്കുന്നതിനനുസരിച്ച് ബ്ലർ ആയിട്ട് പോകണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ Kdenlive ഓപ്പൺ ചെയ്യുന്നു. Kdenliveലേക്ക് ആ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് ആ വീഡിയോ. ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. അപ്പോൾ അത് ടൈം ലൈനിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യുന്നു. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. അത് ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോക്ക് മുകളിലേക്ക് ഇടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ബോക്സ് വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടെ നിന്നും മൂവ് ചെയ്ത് കറക്റ്റ് ഈ സ്ത്രീയുടെ ഫേസിന് കറക്റ്റായി കവർ ആവുന്ന പോലെ വെക്കുന്നു. ഇപ്പോൾ അത് ആ സ്ത്രീയുടെ ഫേസ് കവറായി കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഓപ്ഷനിൽ വന്നിട്ട് ട്രാക്കർ അൽഗോരിതം എന്നുള്ളത് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് മോസെ എന്നാക്കുന്നു. അതിനുശേഷം ഇവിടെ ബ്ലർ 20 ആണ് വാല്യൂ. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലർ ടൈപ്പ്. ആ ബ്ലർ ടൈപ്പ് എന്നത് നോൺ ഉള്ളത് ഗോസിയൻ ബ്ലർ ആക്കുന്നു. അതിനുശേഷം ഈ പിക്സൽസ് ഞാനിവിടെ 10 ആക്കി കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഇതുപോലെ കളറായി മാറും. ഇനി ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നമുക്ക് സ്ക്വയർ തന്നെ മതി. ഓക്കെ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് താഴെയുള്ള അനലൈസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും അത് അനലൈസ് ആവാൻ. ഇവിടെ കാണാൻ പറ്റും. ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കും കാണിക്കുക. അത് ഫുൾ അനലൈസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് അനലൈസായി കഴിയാറായിട്ടുണ്ട്. ഇത് അനലൈസായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ റെൻഡർ ചെയ്യണം. ഇപ്പോൾ അനലൈസായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ റെൻഡർ ചെയ്യണം. റെൻഡർ കൊടുക്കുന്നു. റെൻഡർ ആവുന്നതിനും കുറച്ച് ടൈം എടുക്കും, നിങ്ങൾക്കറിയാം. ഇനി ഞാൻ വീഡിയോ റെൻഡറായി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതാ വീഡിയോ റെൻഡറായി കഴിയാറായിട്ടുണ്ട്. റെൻഡറായി കഴിഞ്ഞതിന് ശേഷം രണ്ട് വീഡിയോയും നമുക്കൊന്ന് പ്ലേ ചെയ്യിച്ചു നോക്കാം. ഇപ്പോൾ റെൻഡറായി കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോകൾ ഒന്ന് പ്ലേ ചെയ്യിച്ചു നോക്കാം. ഞാൻ സേവ് ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ ഇവിടെ നിന്നും കട്ട് ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ആദ്യം ഒറിജിനൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ത്രീയുടെ മുഖം വ്യക്തമായി കാണുന്നുണ്ട്. ഇനി നമ്മൾ
ഇപ്പോൾ റെൻഡർ ചെയ്ത വീഡിയോ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ തുടക്കത്തിൽ നിന്ന് തന്നെ പേ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്ത്രീയുടെ മുഖം ബ്ലർ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.